Hello everyone, welcome to I Plus Training Solutions. ക്രിസ്റ്റഫർ മാർലോയുടെ ഡോക്ടർ ഫോസ്റ്റേഴ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വളരെ രസകരമായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്നൊരു നോവലാണ്, ഒരു പ്ലേ ആണ് ഡോക്ടർ ഫോസ്റ്റേഴ്സ്. അപ്പോൾ ഇതൊരു വേഴ്സ് രൂപത്തിൽ എഴുതിയിട്ടുള്ളൊരു പ്ലേ ആണ്, ഒരു ഡ്രാമയാണ്. വേഴ്സ് രൂപത്തിലാണ് ഇത് എഴുതിയിട്ടുള്ളത്. ഡോക്ടർ ഫോസ്റ്റേഴ്സ് എന്ന ഈ ഒരു പ്ലേയുടെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ്: ദ ട്രാജിക്കൽ ഹിസ്റ്ററി ഓഫ് ദ ലൈഫ് ആൻഡ് ഡെത്ത് ഓഫ് ഡോക്ടർ ഫോസ്റ്റേഴ്സ്. ദ ട്രാജിക്കൽ ഹിസ്റ്ററി ഓഫ് ദ ലൈഫ് ആൻഡ് ഡെത്ത് ഓഫ് ഡോക്ടർ ഫോസ്റ്റേഴ്സ്. സോ നമുക്ക് അവിടെ നിന്ന് മനസ്സിലായി ഇതൊരു ട്രാജഡിയാണ് എന്നുള്ളത്. ട്രാജഡി ആണെങ്കിലും കുറച്ച് കോമിക് എലമെന്റ്സ് ഒക്കെ വരുന്നുണ്ട്. ഒരു സറ്റയർ പോലെ നമുക്ക് വായിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. സോ ട്രാജഡി ബ്ലെൻഡിങ് ക്ലാസിക്കൽ ട്രാജഡി വിത്ത് മിഡീവൽ മൊറാലിറ്റി പ്ലേ ട്രഡീഷൻ. ഇപ്പോൾ ക്ലാസിക്കൽ ട്രാജഡി രൂപവും അതോടൊപ്പം തന്നെ മിഡീവൽ മൊറാലിറ്റി പ്ലേയുടെ, ഇപ്പം എന്താണ് മൊറാലിറ്റി, അല്ലെങ്കിൽ എന്താണ് ശരി, എന്താണ് തെറ്റെന്നൊക്കെ ഒരു വായനക്കാരന് അല്ലെങ്കിൽ ഇത് കാണുന്ന ഒരു സ്പെക്ടേറ്ററിന് ബോധ്യപ്പെടുന്ന രീതിയിലാണ് ഇത് എഴുതിയിട്ടുള്ളത്. ദെൻ ഇത് പ്രീമിയർ ചെയ്യുന്ന ഡേറ്റ് 1592. നിങ്ങൾ മനസ്സിലാക്കുക, ഡ്രാമയൊക്കെ വരുന്ന സമയത്ത് ചിലപ്പോൾ അത് പബ്ലിഷ് ചെയ്യുന്നതിന് മുന്നേ തന്നെ സ്റ്റേ ചെയ്യും. അപ്പോൾ അതൊരു സ്ക്രിപ്റ്റായിട്ട് മാത്രമായിരിക്കും സ്റ്റേജ് ചെയ്യാൻ ആവശ്യം, ഒരു പുസ്തകമായിട്ട് ആവശ്യം ഉണ്ടാവില്ല. പബ്ലിഷ് ചെയ്യണമെന്നില്ല. പബ്ലിഷ് ചെയ്യുമ്പോഴാണ് പൊതുജനങ്ങളുടെ അടുക്കിലേക്ക് എത്തുന്നത്. അപ്പോൾ ഒരു നാടകം സ്റ്റേജിലേക്ക് അരങ്ങേറുന്നതിന് മുന്നേ ഒരിക്കലും പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ നാടകത്തിന് ഒരു രസം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അധികം നാടകങ്ങളും ആദ്യം സ്റ്റേജ് ചെയ്യുന്നു, പിന്നെയാണ് പബ്ലിഷ് ചെയ്യുന്നത്. ദെൻ 16th സെഞ്ച്വറി യൂറോപ്പിലാണ് നമ്മുടെ കഥ നടക്കുന്നത്. പ്രധാനമായും ജർമ്മനി, ഇറ്റലി എന്നീ പ്രദേശങ്ങളാണ്. നമ്മൾ ഡ്രാമ ഓരോ സീൻ വൈസ് നമ്മൾ ഡിസ്കസ് ചെയ്യും കേട്ടോ. ഓരോ സീൻ വൈസ് നമ്മൾ അടുത്തൊരു 3-4 ക്ലാസ്സുകളിലൂടെ ഡിസ്കസ് ചെയ്യും. ക്ലാസ്സിൻ്റെ എണ്ണം കുറച്ച് കൂടുതലാണെങ്കിലും ടൈമിങ്സ് ലെങ്ത്ത് കുറവായിരിക്കും. മാത്രമല്ല ഓർത്തിരിക്കാനും എളുപ്പമുള്ള കാര്യങ്ങൾ തന്നെയായിരിക്കും കേട്ടോ. ദെൻ ഈ ഒരു ഡ്രാമയുടെ സോഴ്സ് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുക, 1592 ആ ഒരു കാലഘട്ടത്തിൽ തന്നെ പബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു പുസ്തകമുണ്ട്, ജർമ്മൻ ചാപ്പ് ബുക്ക്. ഇതൊരു ജർമ്മൻ ബുക്കാണ്. ഹിസ്റ്റോറിയ വോൺ ഡി ജോൺ ഫോസ്റ്റൻ അഥവാ ദ ഇംഗ്ലീഷ് ഫോസ്റ്റ് ബുക്ക്. ദ ഇംഗ്ലീഷ് ഫോസ്റ്റ് ബുക്ക് എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് പറയാൻ പറ്റുന്ന ദ ഇംഗ്ലീഷ് ഫോസ്റ്റ് ബുക്ക്, അത് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനാണ് കേട്ടോ. 1592 ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനാണ് ദ ഇംഗ്ലീഷ് ഫോസ്റ്റ് എന്ന പുസ്തകം. അതിൻ്റെ ഒറിജിനൽ വേർഷൻ ജർമ്മനിലാണ്. ജർമ്മൻ വേർഷൻ ഇറങ്ങിയിട്ടുള്ളത് 1587. അത് ആരാണ് എഴുതിയിട്ടുള്ളത് നമുക്ക് കൃത്യമായിട്ടും അറിയില്ല. യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്ന ജോൺ ഫോസ്റ്റൻ എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ്റെ, ഒരു സ്കോളറിൻ്റെ കഥയായിട്ടാണ് അത് വിശ്വസിക്കപ്പെടുന്നത്. ക്ലിയർ? സോ ദ പ്രൈമറി സോഴ്സ് മെറ്റീരിയൽ ഓഫ് ദ പ്ലേ ഈസ് ദ അനോണിമസ് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഓഫ് ജർമ്മൻ ചാപ്പ് ബുക്ക് ടൈറ്റിൽ ഹിസ്റ്റോറിയ വോൺ ഡി ജോഹൻ ഫോസ്റ്റൻ. ജോഹാൻ ഫോസ്റ്റൻ എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ ഫോസ്റ്റ് എന്നാക്കി. ഇതിൻ്റെ ട്രാൻസ്ലേഷൻ 1587 എഴുതിയിട്ടുള്ള ഈ ജർമ്മൻ പുസ്തകത്തിൻ്റെ ട്രാൻസ്ലേഷൻ പബ്ലിഷ് ചെയ്തിട്ടുള്ളത് 1592 ആണ്. ഈ പുസ്തകത്തിൽ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മൾ പഠിക്കുന്ന ഈ ഡ്രാമ എഴുതിയിട്ടുള്ളത്. So the exact date of the first performance of Dr. Faustus is unknown, but evidence suggests it was staged around 1592. അപ്പോൾ ഇതിൻ്റെ കൃത്യമായിട്ട് എന്നാണ് സ്റ്റേജ് ചെയ്തത് എന്ന് നമുക്ക് ലഭ്യമല്ല എങ്കിലും കിട്ടിയിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാം ഏകദേശം 1592 ഇത് സ്റ്റേജ് ചെയ്തിട്ടുള്ളത്. മിക്ക നാടകങ്ങളും നമുക്ക് ഒരു ഏകദേശ കണക്ക് തന്നെയാണ് ഉള്ളത് കേട്ടോ. ദെൻ പിന്നീട് അങ്ങോട്ട് ഒരുപാട് തവണ ഈ ഒരു നാടകം സ്റ്റേജ് ചെയ്തു. ദ പ്ലേ വാസ് പോപ്പുലർ പ്രൊഡക്ഷൻ ഫോർ ദ ആക്ടിംഗ് കമ്പനി ദ അഡ്മിറൽസ് മെൻ. അന്നത്തെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ആക്ടിംഗ് കമ്പനിയാണ് അഡ്മിറൽസ് മെൻ. അഡ്മിറൽസ് മെന്നിൻ്റെ കാർമ്മികത്വത്തിൽ, അതിൻ്റെ നേതൃത്വത്തിൽ 1594-നും 1597-നും ഇടയിൽ ഏകദേശം ഒരു 3 വർഷം, ഈ ഒരു 3 വർഷത്തിനിടയിൽ 23 തവണയാണ് ഈ ഡ്രാമ സ്റ്റേജ് ചെയ്തിട്ടുള്ളത്. അത്രയേറെ ജനശ്രദ്ധ പിടിച്ചു പറ്റിയിട്ടുള്ളൊരു ഡ്രാമയാണ് എന്ന് മനസ്സിലാക്കുക. ദെൻ ഈ പ്ലേ പബ്ലിഷ് ചെയ്തിട്ടുള്ളത് ക്രിസ്റ്റഫർ മാർലോയുടെ മരണത്തിന് ശേഷമാണ്. അദ്ദേഹം കൊല്ലപ്പെടുന്നത് 1593 നമ്മൾ പഠിച്ചു. അതിനുശേഷം ഇത് 2 വേർഷൻസ് ആയിട്ട് പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പബ്ലിഷ് ചെയ്യുന്നത് ക്രിസ്റ്റഫർ മാർലോയുടെ മരണത്തിന് ശേഷമാണ്. അത് കൃത്യമായിട്ടും ഓർത്തിരിക്കണം. ക്രിസ്റ്റഫർ മാർലോ 1593 മരിക്കുന്നുണ്ട്. ക്രിസ്റ്റഫർ മാർലോ മരണപ്പെട്ടതിന് ശേഷം തന്നെയാണ് ഇത് പബ്ലിഷ് ചെയ്യുന്നത്. ഏതൊക്കെ വർഷമാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് ഓർത്തിരിക്കാൻ എളുപ്പമുള്ള 2 വർഷമാണ്, 1604-ഉം 1616 അല്ലെ കോട്ടോ. 1604
ഇതിൻ്റെ എ ടെക്സ്റ്റ് 2 വേർഷൻ ഉണ്ടെന്ന് പറയും. ആദ്യത്തെ വേർഷനെ നമ്മൾ എ ടെക്സ്റ്റ് എന്നും രണ്ടാമത്തെ വേർഷനെ ബി ടെക്സ്റ്റും എന്നാണ് അറിയപ്പെടുന്നത്. 1604 ആദ്യത്തെ വേർഷൻ കോട്ടോയിലാണ്. കോട്ടോ എന്ന് പറയുന്നത് ഒരു തരത്തിലുള്ള പബ്ലിഷിംഗ് രീതിയാണ്, ചെറിയൊരു പുസ്തകം പോലെ. So the earliest serving printed edition is generally considered by modern scholars to be closer to Marlowe's original manuscript or foul papers. അപ്പോൾ ക്രിസ്റ്റഫർ മാർലോയുടെ ഒറിജിനൽ കയ്യെഴുത്ത് പ്രതിയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് 1604 പബ്ലിഷ് ചെയ്തിട്ടുള്ള ഈ ഒരു പുസ്തകമാണ്. ഇറ്റ് ഈസ് ഷോർട്ടർ ദാൻ ദ ലെറ്റർ വേർഷൻ. പിന്നീട് ഇതിനെ കുറച്ചുകൂടി പരിഷ്കരിച്ച് മറ്റൊരു വേർഷൻ 1660 ഇറങ്ങുന്നുണ്ട്, അതിനേക്കാൾ ചെറുതാണ്. അപ്പോൾ ആദ്യം ഇറങ്ങിയത് ചെറിയൊരു വേർഷനാണ്. 1616 വന്നപ്പോൾ കുറച്ചുകൂടി ലാർജ് വേർഷൻ വന്നു. ആൻഡ് ലാർജ് ആൻഡ് ആൾട്ടർ കണ്ടെയ്നിങ് additional 676 ലൈൻ. ഇപ്പോൾ ഇതിനകത്ത് 676 വരികൾ അധികമുണ്ട്. 1604 എഴുതിയതിനേക്കാൾ ഒരു 676 വരികൾ ഇവിടെ കൂടുതലുണ്ട്. നമ്മൾ പറഞ്ഞത് ഒരു വേഴ്സ് ഡ്രാമയാണെന്ന് പറയും, അതാണ് വരിയുടെ എണ്ണം പറഞ്ഞിട്ടുള്ളത്. So the additions and revisions are attributed to other playwrights such as Samuel Rowley, William Byrd അല്ലെങ്കിൽ ബോർഡ്. സാമുവൽ റൗളയും വില്യം ബേർഡൊക്കെ ചേർന്നാണ് ഇത് റിവൈസ് ചെയ്തത്. ഇത് പതിവായിരുന്നു പണ്ട് കാലങ്ങളിലൊക്കെ, ഇത് എലിസബത്തൻ പീരീഡിലൊക്കെ പതിവായിരുന്നു. ഒരാൾ എഴുതിയിട്ടുള്ള ഡ്രാമ പിൽക്കാലത്ത് വരുന്ന പ്ലേ റൈറ്റുകൾ റിവൈസ് ചെയ്യുക എന്നതൊരു പതിവായിരുന്നു. അപ്പോൾ ആ ഒരു പതിവ് ശൈലി അനുസരിച്ച് അവരെന്ത് ചെയ്തു, പരിഷ്കരിച്ചു. അപ്പോൾ 1604 1616 2 ഡിഫറെൻറ്റ് വേർഷൻസ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക. ഇനി നമ്മൾ സ്ട്രക്ചറിലേക്ക് വരുന്ന സമയത്ത് ഇതിന് 5 ആക്ട് ഉണ്ട്. നമ്മൾ പഠിക്കുമ്പോൾ സീൻ വൈസ് ആണ് നമ്മൾ പറയുന്നത് കേട്ടോ. ഓരോ നിശ്ചിത സീനുകൾക്കിടയിൽ കോറസ് വരുന്നുണ്ട്. അപ്പോൾ കോറസ് വരുമ്പോൾ ആക്ട് മാറുന്നു എന്നാണ് അർത്ഥം. സോ ദ പ്ലേ ഈസ് കൺവെൻഷനലി ഡിവൈഡഡ് ഇൻടു 5 ആക്ട്സ് വിത്ത് സീൻസ് ഇന്റർസ്പേഴ്സ്ഡ് ബിറ്റ്വീൻ ദം. അപ്പോൾ 5 ആക്ടുകൾ, അതിനിടയിൽ സീനുകൾ വരുന്നുണ്ട്. ദിസ് സ്ട്രക്ചർ ഹെൽപ്സ് ഓർഗനൈസ് ദ പ്രോഗ്രഷൻ ഓഫ് ഇവൻറ്റ്സ് ഫ്രോം ഫോസ്റ്റേഴ്സ് ഇനിഷ്യൽ ഡിസിഷൻ ടു ഹിസ് ഇവൻച്വൽ ഡാമിനേഷൻ. ആദ്യം ഡോക്ടർ ഫോസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ കഥയുടെ ഒരു 1 ലൈൻ പറഞ്ഞില്ല അല്ലേ. അറിവ് കൊണ്ട് തൃപ്തനാകാത്ത ഒരു പണ്ഡിതനാണ് ഡോക്ടർ ഫോസ്റ്റേഴ്സ്. അദ്ദേഹം എല്ലാ അറിവുകളും സ്വന്തമാക്കി. ഞാൻ 1 ലൈൻ പറയാത്തത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സ്റ്റോറിയിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് ഇനി അവസാനം ഈ ലോകത്തിലെ ഏറ്റവും വലിയ അറിവ് തനിക്ക് കിട്ടണമെന്ന ആഗ്രഹത്തിൽ ബ്ലാക്ക് മാജിക് പഠിക്കുന്നു. അത് കാരണം സ്വയം അപകടത്തിലേക്ക് ചെന്ന് ചാടുന്നു. ഇതാണ് സ്റ്റോറി. അപ്പോൾ ഡോക്ടർ ഫോസ്റ്റേഴ്സിൻ്റെ ആദ്യത്തെ തീരുമാനം മുതൽ അവസാനം അദ്ദേഹത്തിന് ഉണ്ടാകുന്ന നാശം വരെ 5 ആക്ടുകളിലായിട്ടാണ് പറയുന്നത്. ദെൻ ഓരോ ആക്ടുകൾക്കിടയിലും കോറസ് വരുന്നുണ്ട്. കോറസ് എന്ന് പറഞ്ഞാൽ അറിയാലോ, സെർവ്സ് എ റോൾ സിമിലർ ടു ദാറ്റ് ഇൻ ഗ്രീക്ക് ട്രാജഡിയിലൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഇതിൽ പ്രൊലോഗ്, തുടക്കത്തിൽ ആക്ട് തുടങ്ങുന്നതിന് മുന്നേ ഒരു കോറസ് വരുന്നുണ്ട്. ആക്ട് അവസാനിച്ചതിന് ശേഷം എപ്പിലോഗായിട്ടും ഒരു കോറസ് വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ പ്രൊലോഗും എപ്പിലോഗും ഉണ്ട് എന്നർത്ഥം. അപ്പോൾ 5 ആക്ടുകൾ, തുടക്കത്തിൽ ഒരു പ്രൊലോഗും അവസാനത്തിൽ ഒരു എപ്പിലോഗും ഉണ്ട്. അപ്പോൾ പ്രൊലോഗിലാണ് മെയിൻ ക്യാരക്ടേഴ്സിനെയൊക്കെ പറയുന്നതും ഈവൻറ്റുകളൊക്കെ സമ്മറൈസ് ചെയ്യുന്നതും അല്ലേ. Then occur off stage and offering a moral commentary to guide the audience interpretation of the play as a cautionary tale. അപ്പോൾ കോറസ് ചെയ്യുന്നത്, നമ്മൾ പറയാൻ പോകുന്നത് ഇന്ന കഥാപാത്രങ്ങൾ ഉൾക്കൊള്ളുന്ന കഥയാണ്, ഈ കഥയുടെ ഒരു സാരാംശം ഇന്നതാണ്, കഥാപാത്രങ്ങൾ ഇന്നതാണ് എന്നൊക്കെ വിശദീകരിക്കുന്ന ഒന്നാണ് കോറസ് ഓഫ് സ്റ്റേജ് ആയിട്ടാണ് നടക്കുക. അഥവാ കഥ അരങ്ങേറുന്ന അതേ സ്റ്റേജിൽ വെച്ചായിരിക്കില്ല, ഓഫ് സ്റ്റേജിൽ വെച്ചായിരിക്കും കോറസ് പാടുക. ക്ലിയർ? ഇനി ഡോക്ടർ ഫോസ്റ്റേഴ്സിൻ്റെ സ്ട്രക്ചറിലേക്ക് വരുന്ന സമയത്ത് ബോത്ത് എ പ്ലേ ആൻഡ് വർക്ക് ഓഫ് എ പോയട്രി. ഇതൊരു വേഴ്സ് ഡ്രാമയാണ്, ഒരു സമയം പ്ലേയും ആണ്, ഒരേ സമയം പോയട്രിയാണ്. അപ്പോൾ ഇതൊരു ഹൈബ്രിഡ് ഫോമാണ്. ഇതിന് നമുക്ക് ഡ്രാമാറ്റിക് ഫോം എന്ന് വേണമെങ്കിൽ പറയാം. ക്ലിയർ? അപ്പോൾ ഇതിന് ഡ്രാമാറ്റിക് ആയിട്ടുള്ള സ്ട്രക്ചർ ഉണ്ട്, വളരെ നാടകീയമായിട്ടുള്ളൊരു ഘടന. പ്ലോട്ട് വൈസ് നോക്കുമ്പോൾ അങ്ങനെ നമുക്ക് കാണാൻ പറ്റും. എന്നാൽ ലാംഗ്വേജ് നല്ല പൊയറ്റിക് ലാംഗ്വേജ് ആണ്, ബ്ലാങ്ക് വേർഡ്സ് ആണ്, അഥവാ ഒരു അൺറൈംഡ് വേർഡ്സ് ആണ്. മീറ്റർ വരുന്നത് ഇയാംപിക് പെൻറ്റാമീറ്റർ ആണ്, അപ്പോൾ ബ്ലാങ്ക് വേർഡ്സ് എന്ന് പറയുമ്പോൾ അൺറൈംഡ് ആണ്. അഥവാ ഒരു സ്ഥിരമായിട്ടുള്ള റൈം സ്കീം ഒന്നും ഫോളോ ചെയ്യുന്നില്ല. പക്ഷെ ഒരു മീറ്റർ ഉണ്ട്, ഇയാംപിക് പെൻറ്റാമീറ്റർ ആണ് എന്ന് മനസ്സിലാക്കുക. ക്ലിയർ? ഇനി നമുക്ക് പ്രധാന കഥാപാത്രങ്ങളിലേക്ക് വരാം. കഥാപാത്രങ്ങളുടെ പേരും ഒരു ചെറിയ വിവരണങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ, കാരണം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ക്ലാസ്സുകളിൽ ഓരോന്നും ഡിസ്കസ് ചെയ്യും കേട്ടോ. മെയിൻ ക്യാരക്ടർ ഒന്ന് നമ്മുടെ നായകൻ ഡോക്ടർ ഫോസ്റ്റേഴ്സ് ആണ്, ദ പ്രൊട്ടാഗണിസ്റ്റ് ആൻഡ് ട്രാജിക് ഹീറോ. അപ്പോൾ ഇതൊരു ട്രാജഡിയാണ്, ഇതിലെ ട്രാജിക് ഹീറോയാണ്. അദ്ദേഹം ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള ജർമ്മൻ സ്കോളറാണ്, വിറ്റൻബർഗിലുള്ള ഒരു ജർമ്മൻ സ്കോളറാണ്. അദ്ദേഹമാണ് നമ്മുടെ നായകൻ. ദെൻ അടുത്തൊരു ക്യാരക്ടർ, ഇനി ഇതിനകത്ത് മനുഷ്യർ മാത്രമല്ല കഥാപാത്രങ്ങളായിട്ട് വരുന്നത്, ഡെവിൾസ് വരാറുണ്ട്.
സോ ആ ഡെവിൾസിൽ നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ട ഡോക്ടർ ഫോസ്റ്റേഴ്സിനോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന ഒരു ഡെവിളാണ് മെഫസ്റ്റോഫിലസ്. ഈ മെഫസ്റ്റോഫിലസ് എന്ന് പറയുന്ന ഒരു ഡെവിളാണ് ഡോക്ടർ ഫോസ്റ്റേഴ്സ് ആ ഒരു ഡെവിളിനെ വിളിച്ചു വരുത്തി 24 വർഷം തൻ്റെ അടിമയാക്കി വെക്കുന്നുണ്ട്. വെറുതെ അടിമാക്കി വെക്കുന്നത്. 24 വർഷം കഴിയുമ്പോൾ ഡോക്ടർ ഫോസ്റ്റേഴ്സിന്റെ ആത്മാവിനെ ആര് കൊണ്ടുപോകും? ഈ മെഫസ്റ്റോഫിലസ് ലൂസിഫറിന്റെ അടുക്കിലേക്ക് കൊണ്ടുപോകും. സോ മെഫസ്റ്റോഫിലസ് ആണ് ഡെവിൾ. ഡോക്ടർ ഫോസ്റ്റേഴ്സ് വിളിച്ചു വരുത്തി 24 വർഷം അടിമയാക്കി നിർത്തുന്ന ഡെവിളാണ് മെഫസ്റ്റോഫിലസ്. പിന്നെ അടുത്തത് ലൂസിഫർ. ലൂസിഫർ നരകത്തിന്റെ റൂളറാണ്. ദ റൂളർ ഓഫ് എൽ. നമ്മൾ പാരഡൈസ് ലോസ്റ്റ് ഒക്കെ പറഞ്ഞില്ലേ? അപ്പൊ അതിൽ സ്വർഗത്തിൽ നിന്നും പുറത്താക്കുന്ന ആ ഒരു ഏഞ്ചൽ ഉണ്ടല്ലോ, അത് പിന്നീട് ലൂസിഫർ ആണ്, സാറ്റാനാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ മെഫസ്റ്റോഫിലസിന്റെ ഒക്കെ മാസ്റ്റർ ഈ ലൂസിഫർ ആണ്. ഈ ലൂസിഫർ അവസാനം ഡോക്ടർ ഫോസ്റ്റേഴ്സിന്റെ ആത്മാവിനെ കൊണ്ടുപോകുന്നുണ്ട്. ദെൻ ഇത് മൂന്നുമാണ് മെയിൻ ക്യാരക്ടേഴ്സ്. നമ്മുടെ പ്ലേയിലുടനീളം പ്രസൻസ് ഉണ്ടാക്കുന്ന മെയിൻ ക്യാരക്ടേഴ്സ് ഇവർ 3 പേരാണ്. പിന്നീട് ഗുഡ് ഏഞ്ചൽ ആൻഡ് ബാഡ് ഏഞ്ചൽ എന്ന് പറഞ്ഞ 2 ഏഞ്ചൽസ് വരുന്നുണ്ട്, നന്മ തിന്മ. നമുക്ക് പലപ്പോഴും ഡോക്ടർ ഫോസ്റ്റേഴ്സിന് കൺഫ്യൂഷൻ ഉണ്ടാകുന്ന സമയത്ത് നല്ലത് ചെയ്യണമെന്ന രീതിയിൽ ഉപദേശം നൽകുന്ന ഗുഡ് ഏഞ്ചലും, അത് വേണ്ട നീ ഇങ്ങനെ ചെയ്യൂ, തിന്മ ചെയ്യണമെന്ന് പ്രേരിപ്പിക്കുന്ന ഒരു ബാഡ് ഏഞ്ചലും ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ ഫോസ്റ്റേഴ്സിന്റെ ചിന്തകളിൽ നന്മയും തിന്മയും തമ്മിലൊരു ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നതിന്റെ പ്രതീകമായിട്ടാണ് ഈ 2 ഏഞ്ചൽസും വരുന്നത്. ക്ലിയർ? പിന്നെ കോറസും ഇതൊരു കഥാപാത്രം പോലെ തന്നെ നമുക്ക് കാണാം. പ്ലേ തുടങ്ങുന്ന സമയത്തും പ്ലേയുടെ മധ്യത്തിലും അവസാനത്തിലും ഒക്കെ ആര് വരുന്നുണ്ട്? കോറസ് വരുന്നുണ്ട്. ഒരു ക്ലാസിക്കൽ ഗ്രീക്ക് ട്രാജഡിയിൽ രീതിയാണ് ഇത്. എലിസബത്തേൻ പീരീഡിൽ എഴുതപ്പെട്ട് സ്റ്റേജ് ചെയ്തൊരു ട്രാജഡി ആണെങ്കിലും ക്ലാസിക്കൽ ഗ്രീക്ക് ട്രാജഡിയുടെ ഒരു രീതി നമുക്കിവിടെ കാണാൻ പറ്റും. ക്ലിയർ? ദെൻ ദ ഓൾഡ് മാൻ, ഒരു വൃദ്ധനായിട്ടുള്ള മനുഷ്യൻ. ഇതൊക്കെ കുഞ്ഞു കുഞ്ഞു ക്യാരക്ടറാണ്. A virtuous elder who appears near the end of the play, urging Faustus to repent and seek God's mercy. കഥ അവസാനിക്കുന്ന സമയത്ത് ഡോക്ടർ ഫോസ്റ്റേഴ്സിനെ ആര് പിടിച്ചുകൊണ്ട് പോകാൻ വരികയാണ്? ലൂസിഫർ കൊണ്ടുപോകാൻ വേണ്ടി വരികയാണ്. ലൂസിഫറിന്റെ അടുക്കിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി വരികയാണ് അദ്ദേഹത്തിന്റെ ആത്മാവിനെ. ഈ സമയം പശ്ചാത്തപിക്കണം, നീ പശ്ചാത്തപിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന്റെ അനുഗ്രഹം, കരുണ നിനക്ക് കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് പശ്ചാത്തപിക്കാൻ ഡോക്ടർ ഫോസ്റ്റേഴ്സിനെ പ്രേരിപ്പിക്കുന്ന ഒരു വൃദ്ധനായിട്ടുള്ള മനുഷ്യനുണ്ട്, ദ ഓൾഡ് മാൻ. ക്ലിയർ? ഇനി മറ്റു 2 ക്യാരക്ടേഴ്സാണ്. ഒരു ട്വിൻ ക്യാരക്ടർ പോലെ നമ്മൾ ഓർത്തിരിക്കുക, വാൽഡസും കൊർണേലിയസും. ഈ വാൽഡസും കൊർണേലിയസും 2 ഫ്രണ്ട്സാണ്, 2 സ്കോളേഴ്സാണ്. ഡോക്ടർ ഫോസ്റ്റേഴ്സിന്റെ ഫെല്ലോ സ്കോളേഴ്സാണ്. അവർക്ക് ബ്ലാക്ക് മാജിക് അറിയാം. 2 പേർക്കും ഓൾറെഡി ബ്ലാക്ക് മാജിക് അറിയാം. ഡോക്ടർ ഫോസ്റ്റേഴ്സിനെ ബ്ലാക്ക് മാജിക് പഠിക്കാൻ വേണ്ടി എൻകറേജ് കൊടുക്കുന്നത്, പ്രോത്സാഹനം കൊടുക്കുന്നത് ഈ വാൽഡസും കൊർണേലിയസും ചേർന്നാണ്. ക്ലിയർ? ദെൻ ഒരുപാട് സ്കോളേഴ്സ് വരുന്നുണ്ട്. ഡോക്ടർ ഫോസ്റ്റേഴ്സ് ഒരു സ്കോളറാണ്, അദ്ദേഹത്തിന് ഒരുപാട് ഫ്രണ്ട്സ് വരുന്നുണ്ട്, അവരെല്ലാവരും സ്കോളേഴ്സാണ്. അപ്പോൾ ഫ്രണ്ട്സ് ആൻഡ് കൊളീജേഴ്സ് ഓഫ് ഫോസ്റ്റേഴ്സ് ഹു അപ്പിയർ അറ്റ് ദ സ്റ്റാർട്ട് ആൻഡ് എൻഡ് ഓഫ് ദ പ്ലേ. പ്ലേയുടെ തുടക്കത്തിലും അവസാനത്തിലൊക്കെ ഡോക്ടർ ഫോസ്റ്റേഴ്സിന്റെ സുഹൃത്തുക്കളായിട്ട് കുറച്ച് സ്കോളേഴ്സ് വരുന്നുണ്ട്. ദെൻ അടുത്തൊരു ക്യാരക്ടർ ഹെലൻ ഓഫ് ട്രോയ്. നമ്മൾ ഹെലൻ ഓഫ് സ്പാർട്ട എന്ന് പറയുന്ന ആ ഹെലൻ ലോകത്തിലെ അതിസുന്ദരിയായിട്ടുള്ള ഒരു രാജ്ഞിയായിരുന്നു. സോ ആൻ അപ്പാരിഷൻ സമ്മൺഡ് ബൈ മെഫസ്റ്റോഫിലസ് ആൻഡ് ഫോസ്റ്റേഴ്സ് റിക്വസ്റ്റ് ടു ഇംപ്രസ് സ്കോളേഴ്സ് ആൻഡ് ലെറ്റ് ടു ബി ഹിസ് പാരമോ. അപ്പൊ ഹെലൻ ഓഫ് ട്രോയിയെ മെഫസ്റ്റോഫിലസ് വിളിച്ചു വരുത്തുന്നതാണ്. ഡോക്ടർ ഫോസ്റ്റേഴ്സ് തൻ്റെ കഴിവ് മറ്റുള്ള സ്കോളേഴ്സിനെ കാണിച്ചു കൊടുത്തുകൊണ്ട് അവരെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയായിരുന്നു ഹെലൻ ഓഫ് ട്രോയിയെ കൊണ്ടുവരുന്നത്. എന്നാൽ പിന്നീട് ഹെലൻ ഓഫ് ട്രോയിയുടെ സൗന്ദര്യത്തിൽ ഡോക്ടർ ഫോസ്റ്റേഴ്സ് വീണു പോകുന്നുണ്ട്. ക്ലിയർ? ദെൻ അടുത്തൊരു ക്യാരക്ടറാണ് വാഗ്നർ. വാഗ്നർ എന്ന് പറയുന്നത് ഫോസ്റ്റേഴ്സിന്റെ സെർവൻ്റ് ആണ് കേട്ടോ. ഡോക്ടർ ഫോസ്റ്റേഴ്സിന്റെ സെർവൻ്റ് ആണ് വാഗ്നർ. നോൺ ഫോർ ഹിസ് ക്യുക്ക് വിറ്റ് ആൻഡ് പ്രൈഡ്. ഭയങ്കര ബുദ്ധിശാലിയും കുറച്ച് അഹങ്കാരിയുമായിട്ടുള്ളൊരു വ്യക്തിയാണ് വാഗ്നർ കേട്ടോ. വാഗ്നർ. ഓരോ ക്യാരക്ടറിനെ മനസ്സിലാക്കി വെക്കുക. നമ്മൾ ഡ്രാമയിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഏതെങ്കിലും ക്യാരക്ടറിനെ കുറിച്ച് കൺഫ്യൂഷൻ ഉണ്ടാവുകയാണെങ്കിൽ തിരിച്ചു വന്ന് ഈ ഒരു സ്ലൈഡ് ഒന്നും കൂടെ നോക്കിയാൽ മതി, PPT ഒന്നും കൂടി നോക്കിയാൽ മതി. ദെൻ അടുത്തൊരു ക്യാരക്ടറാണ് റോബിൻ. റോബിൻ എന്ന് പറയുന്നത് എ സ്റ്റേബിൾ ഹാൻഡ് ആൻഡ് എ സെർവിംഗ് മാൻ ഹു സ്റ്റീൽ വൺ ഓഫ് ഫോസ്റ്റേഴ്സ് മാജിക് ബുക്സ്. നമ്മുടെ ഡോക്ടർ ഫോസ്റ്റേഴ്സിന് ഒരു മാജിക് ബുക്ക് ഉണ്ട്, മന്ത്രങ്ങൾ മറ്റു കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു മാജിക് ബുക്ക്. ഈ മാജിക് ബുക്ക് മോഷ്ടിച്ചു കൊണ്ടുപോകുന്ന ഒരു സെർവിങ് മാനാണ് റോബിൻ കേട്ടോ. റോബിൻ. അപ്പോൾ റോബിനാണ് ഡോക്ടർ ഫോസ്റ്റേഴ്സിൻ്റെ മാജിക് ബുക്ക് മോഷ്ടിച്ചു കൊണ്ടുപോകുന്നത്. ദെൻ അടുത്തൊരു ക്യാരക്ടർ പോപ്പ്. ഈ പോപ്പും ഇനി വരുന്ന ചാൾസ് ഫിഫ്ത്തും ഒറിജിനൽ ക്യാരക്ടേഴ്സാണ്, അഥവാ ഹിസ്റ്ററിയിലുള്ള ക്യാരക്ടേഴ്സാണ് കേട്ടോ. നമ്മൾ ക്ലാസ്സൊക്കെ കംപ്ലീറ്റ് ചെയ്ത അവസാനം ഒരുപാട് അല്യൂഷൻ ഇവിടെ പറയാനുണ്ട്. അല്യൂഷൻസ് ഒക്കെ നമ്മൾ ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്യും.
അപ്പം അതിൽ നമ്മൾ പറയും പോപ്പ് എ ഫിഗർ ഓഫ് സാറ്റയർ ഫോർ ദ പ്ലേസ് പ്രൊട്ടസ്റ്റന്റ് ഓഡിയൻസ് ഹൂം ഫോസ്റ്റേഴ്സ് ആൻഡ് മെഫിസ്റ്റോഫലസ് പ്ലേ പ്രാക്ടിക്കൽ ജോക്സ് ഓൺ ഇൻ റോം. അപ്പം നമുക്കറിയാം നമ്മുടെ ഡോക്ടർ ഫോസ്റ്റേഴ്സ് ഒക്കെ പ്രൊട്ടസ്റ്റന്റ് ആണ്, പോപ്പൊക്കെ വരുന്നത് കാത്തലിക്സിലാണ് അല്ലെ. അപ്പോൾ റോമൻ കാത്തലിക്സ് അല്ലെങ്കിൽ കാത്തലിക് ചേർച്ചിനെ പരിഹസിക്കുന്നതിന് വേണ്ടി ഒരു പോപ്പിനെ നമ്മുടെ ഡോക്ടർ ഫോസ്റ്റേഴ്സും കൂടെ ഉണ്ടായിരുന്ന ഡെവിളും ചേർന്ന് പ്രാങ്ക് ചെയ്യുന്ന ഒരു സീൻ വരുന്നുണ്ട്. അത് അന്നത്തെ ഓഡിയൻസ്, ഈ നാടകം കാണുന്ന ഓഡിയൻസ് എന്തായാലും പ്രൊട്ടസ്റ്റന്റ് ആയിരിക്കും. അപ്പോൾ അവർക്കൊരു ഹരം കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഈ പോപ്പ് എന്ന് പറയുന്ന ക്യാരക്ടറിനെ ഉൾക്കൊള്ളിക്കുന്നത്. ദെൻ എംപറർ ചാൾസ് ഫിഫ്ത്ത്, അദ്ദേഹം ഒരു ശക്തനായിട്ടുള്ള ഒരു മൊണാർക്കാണ്, എ പവർഫുൾ മൊണാർക്ക് അറ്റ് ഹൂസ് കോർട്ട് ഫോസ്റ്റേഴ്സ് പെർഫോംസ് ഇല്യൂഷൻസ്. അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിൽ വെച്ച്, രാജസദസ്സിൽ വെച്ചാണ് ഡോക്ടർ ഫോസ്റ്റേഴ്സ് പലതരത്തിലുള്ള മാന്ത്രിക വിദ്യകളും കാണിക്കുന്നത്. സോ ഇതൊക്കെയാണ് നമ്മുടെ പ്ലേയിലെ പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സ്. ക്ലിയർ? സോ ഡിയേഴ്സ്, ഡോക്ടർ ഫോസ്റ്റേഴ്സ് എന്ന അതിമഹത്തായ വളരെ രസകരമായിട്ടുള്ള ഡ്രാമാറ്റിക് പോയട്രിയിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, എന്നാണ് എഴുതിയിട്ടുള്ളത്, എന്നാണ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്, എന്നാണ് സ്റ്റേജ് ചെയ്തിട്ടുള്ളത്, ആരൊക്കെയാണ് പ്രധാന കഥാപാത്രം, ഏത് സ്ട്രക്ചറിലാണ് എഴുതിയിട്ടുള്ളത് തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തു. അടുത്ത കുറച്ച് ക്ലാസ്സുകളിലൂടെ നമ്മൾ ഈ ഒരു പ്ലേ കംപ്ലീറ്റ് ആയിട്ട് പഠിക്കും. സോ ഡിയേഴ്സ്, നന്നായിട്ട് ശ്രദ്ധിച്ച് പഠിച്ചു വെക്കുക. വളരെ എളുപ്പത്തിൽ നമുക്ക് ഓർത്ത് വെക്കാവുന്ന ഒരു പ്ലേ ആണ്. അടുത്ത ക്ലാസ്സിൽ പ്ലേയുടെ സാരാംശവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും വിഷ് യു ഗുഡ് ലക്ക് ആൻഡ് ഗുഡ് ബൈ.